Hi friends, welcome to Shilu's kitchen. കേരളക്കാരുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടിലെ വെറൈറ്റീസിനെ പരിചയപ്പെടുത്തുന്ന ദി പുട്ട് സീരീസിൽ പാർട്ട് 3യിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പൈസി നോൺ വെജ് പുട്ടുമായിട്ടാണ്, ചിക്കൻ പുട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണിത്. അത് നമുക്ക് 1 ടീസ്പൂൺ വേണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോണൊക്കെ ഉള്ള ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം ചേർത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുള്ളതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിനകത്തേക്ക് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് പുട്ടിന് പൊടി കുഴയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം നമുക്കിനി പുട്ടിൻ്റെ പൊടിയൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടിനകത്തേക്ക് ഞാനിങ്ങനെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് കുറേശ്ശെയായിട്ട് അങ്ങനെ കുറേശ്ശെ വെള്ളം തളിച്ച് സാധാരണ പുട്ടുപൊടി കുഴയ്ക്കും പോലെ നമ്മളിത് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ദി പുട്ട് സീരീസിൽ പാർട്ട് 1ൽ ഞാൻ ബീട്രൂട്ട് പുട്ടും പാർട്ട് 2ൽ ക്യാരറ്റ് പുട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ ക്യാരറ്റ് പുട്ടിൻ്റെയും ബീട്രൂട്ട് പുട്ടിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് അടക്കം നല്ല ക്ലിയറായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലാർക്കും കഴിക്കാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാവരും കഴിച്ചോളും. അപ്പോൾ നിങ്ങളത് ഈ ഒരു രീതിയിൽ വെറൈറ്റി പുട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരും. അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു സവാളയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കുറച്ച് കറിവേപ്പിലയും ഉള്ളത്. ഇത് ടീസ്പൂൺ മല്ലിപ്പൊടിയാണിത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വഴറ്റാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം നന്നായി നൈസായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും പുതിന ഇലയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടെടുക്കണം. അതായത് നമ്മുടെ ചിക്കൻ നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു വലിയ കരണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പം ഞാനിപ്പോൾ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സവാള നന്നായി വഴന്നതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിന് ശേഷം നമ്മുടെ മല്ലിയിലയും പുതിന ഇലയും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കുറച്ച് കൂടുതൽ അളവിൽ എടുത്താൽ മതി, സവാളയൊക്കെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് കൂടുതൽ കഴിക്കാൻ കിട്ടുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അളവ് ചിക്കനിലേക്ക് ഇത്രയും വലിയൊരു സവാള മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ നമ്മുടെ ആ ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. പെട്ടെന്ന് വാടിയൊക്കെ കിട്ടും, പക്ഷേ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ളി നന്നായി വഴന്നതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി, ജസ്റ്റ് കളറ് മാറാൻ വേണ്ടി മാത്രം മതി. നമ്മൾ ഓൾറെഡി ചിക്കനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി നമ്മളൊരു ടീസ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പെരിഞ്ജീരകവും കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുള്ളതും ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബോൺസൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ചെറുതായിട്ട് കൈ വെച്ചിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യൊന്നും വേണ്ട, കൈ കൊണ്ട് പിച്ചെടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മളത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ എടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് മേക്കറിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ മിക്സ് കുറച്ച്, ഒരുപാട് ഇടരുത്, ഒരു 2 സ്പൂണ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിറയെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും, പുട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 2 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാല എന്ന് പറയുന്നത് ആവശ്യത്തിന് നല്ല സ്പൈസി ആയിട്ടുള്ള മസാല തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ല ആവശ്യത്തിന് എരിവുള്ളതാണ്. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ പുട്ടുപൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ മിക്സും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പോ ഒക്കെ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റും അതുപോലെ നല്ലൊരു റിച്ചും ആവും അത്. അപ്പോൾ അതാ നമ്മൾ പുട്ടിപ്പോൾ വെച്ചിട്ട് കുറച്ച് സമയമായി, ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്കിത് കുത്തിയെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മല്ലിയിലയും അതുപോലെ തന്നെ നല്ല പുതിനയിലയും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും നമ്മൾ ഈ ഒരു പുട്ടിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചിക്കൻ പുട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുകയും നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.